വീട്ടിലെത്തി റൂമിലേക്ക് ചെല്ലുമ്പോൾ റൂമിൻ്റെ വാതിൽ അകത്തു നിന്നും ഫർസാന ലോക്ക് ചെയ്തിട്ടുണ്ട്. 1-2 വട്ടം ഡോറിൽ മുട്ടിയെങ്കിലും അവൾ തുറന്നില്ല. ബാത്റൂമിലോ മറ്റോ ആകുമെന്ന് ചിന്തിച്ച് കുറച്ചുനേരം അവിടെ നിന്ന് നോക്കിയെങ്കിലും തുറക്കാഞ്ഞത് കണ്ടപ്പോൾ ശക്തിയായി വാതിലിൽ മുട്ടിയതും അവൾ വാതിൽ തുറന്നു. ഫോണിൽ സംസാരിച്ചിരിക്കുകയായിരുന്നെന്ന് മനസ്സിലായത് അവളുടെ കയ്യിലിരുന്ന ഫോണിൽ നിന്നും ആരോ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ്. തന്നെ കണ്ടിട്ടും കട്ടാക്കാത്തത് വേണ്ടപ്പെട്ടോ ആരോ ലൈനിൽ ഉണ്ടായത് കൊണ്ടാണെന്ന് ഷാഫിക്ക് മനസ്സിലായി. ഷാഫി ആ ഭാഗത്തേക്ക് നോക്കാതെ ഡ്രസ്സ് മാറുമ്പോൾ അവൾ ഫോൺ കൊണ്ടുവന്നു നീട്ടി പതുക്കെ പറഞ്ഞു, ഉപ്പയാണ്. ഫോൺ വാങ്ങാതെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരുന്നു. അവൾ ഫോണിലൂടെ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ശേഷം ചോദിച്ചു, അതെന്താ നിങ്ങൾ എൻ്റെ ഉപ്പയോട് സംസാരിക്കാഞ്ഞത്? ഷാഫി മിണ്ടിയില്ല. അവൾ മുന്നിലേക്ക് വന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞു, ഞാൻ എന്തിനാണ് എൻ്റെ ഉപ്പയോട് സംസാരിക്കുന്നത്? നീ ഇവിടെ വന്ന ശേഷം എന്നോട് എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? അതൊക്കെ റെഡിയാവട്ടെ, എന്നിട്ട് എൻ്റെ വീട്ടിലുള്ളവരോട് സംസാരിക്കാം. അത് ഞാൻ നിങ്ങളോട് ആ കാര്യം ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി കറക്റ്റ് തരാഞ്ഞിട്ടല്ലേ? നീ എന്ത് ചോദിച്ചു? ഓർമ്മയില്ലേ നിങ്ങളുടെ ആദ്യത്തെ ഭാര്യ ഇവിടെ നിന്നും പോകാനുണ്ടായ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചത്? നിങ്ങളന്ന് എന്നോട് പറഞ്ഞത് മറുപടി കളവല്ലേ? എല്ലാം എനിക്കറിയാം. അത് ശരി, ഞാൻ തന്ന മറുപടി കള്ളമായിരുന്നു എന്ന് വിശ്വസിച്ചാണല്ലേ നടക്കുന്നത്? ആട്ടെ, നിനക്കെന്താണ് അറിയുന്നത് പറയൂ. ഞാൻ നിന്നോട് പറഞ്ഞത് മുഴുവൻ സത്യസന്ധമായ കാര്യങ്ങളാണ്. എനിക്ക് ആരോടും അവളുടെ കാര്യത്തിൽ നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെയുള്ളവരോട് ചോദിച്ചു നോക്കൂ. ഇവിടെയുള്ളവരാ നിങ്ങളുടെ വീട്ടുകാരല്ലേ? അവരും നിങ്ങളുടെ സൈഡല്ലേ നിൽക്കുക? എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താണെന്ന മട്ടിൽ ഷാഫി അവളെ തന്നെ നോക്കിയതും ഷാഫിയുടെ സകല ക്ഷമയും തകർക്കാൻ പാകത്തിൽ അവൾ പറഞ്ഞു, നിങ്ങളെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും നിങ്ങളും തമ്മിൽ വഴിവിട്ട ബന്ധം അവൾ കണ്ടെത്തിയതുണ്ടല്ലേ നിങ്ങൾ അവരെ ഒഴിവാക്കിയത്? ദേഷ്യം കയറിയ ഷാഫി ഒരടിക്കുള്ള വകുപ്പ് ഇവിടെ ഉണ്ടായിട്ടും ഒന്നും പറയുകയോ ചെയ്യുകയോ ചെയ്യാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്നു. വല്ലതും പറഞ്ഞു പോയാൽ വീട്ടുകാരൊക്കെ അറിയും. ദേഷ്യം കയറി പറയാൻ തുടങ്ങിയാൽ പിന്നീട് മനസ്സിലുള്ള ദേഷ്യം മുഴുവൻ തീർക്കാതെ നിർത്താനും കഴിയില്ലെന്ന് അവനറിയാമായിരുന്നു. പാവം സുറിമിത്ത, എൻ്റെ കാര്യത്തിൽ ഒരൽപ്പം ശ്രദ്ധ നൽകിയതിന് ഫെബിന എന്ന പിശാചി നൽകിയ ശിക്ഷയാണ് ഞാൻ ഈ കാണുന്നത്. അവളെ നീ വെറുതെ വിടല്ലേ നാഥാ എന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഫർസാനയോട് വീണ്ടും ചോദിച്ചു, നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്? എന്നോട് ആരും പറഞ്ഞതല്ല, അനിയത്തിയോട് ആരോ പറഞ്ഞതാണ്. കല്യാണത്തിൻ്റെ അന്നാണ് അവൾ അറിഞ്ഞത്. മുൻപ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനതിന് സമ്മതിക്കില്ലായിരുന്നു. എനിക്കിതിൻ്റെ സത്യം അറിയണം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നതും. ഫെബിനയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആയിരിക്കും ഈ വിഷയം ഇവളുടെ വീട്ടിൽ അറിയിച്ചിരിക്കുക എന്ന് മനസ്സിലാക്കിയ ഷാഫി അവളോട് ഗൗരവം കുറച്ച് പറഞ്ഞു, ഞാൻ എങ്ങനെ പറഞ്ഞാലും കാര്യങ്ങൾ നീ വിശ്വസിക്കില്ല. പിന്നെ എന്തു ചെയ്യും? വിശ്വസിക്കും. ഖുർആൻ പിടിച്ച് സത്യം ചെയ്യണം. നിങ്ങളും സുറിമിത്തയും മിണ്ടാതെ നടന്നപ്പോൾ സംസാരിക്കാൻ അറിയില്ലെന്ന് തെറ്റിദ്ധരിച്ച അവളുടെ നാവിൻ്റെ ഇപ്പോഴത്തെ നീളം കണ്ട് അമ്പരന്ന് പോയ ഷാഫി പറഞ്ഞു, എന്തിനാണ് ഞങ്ങൾ 2 പേരും മാത്രമാക്കുന്നത്? ഉമ്മയും ഉപ്പയും പെങ്ങന്മാരും ജ്യേഷ്ഠന്മാരും അവരെ ഭാര്യമാരും എല്ലാവരെയും കൊണ്ട് സത്യം ചെയ്യിക്കാം. എന്തേ പറ്റുമോ? എന്നിട്ട് നീ വിശ്വസിച്ചാൽ മതി. പറഞ്ഞതല്പം കൂടിപ്പോയെന്ന് മനസ്സിലായതുപോലെ അവൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഖുർആൻ തൊടാതെ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലേ അല്ലേ? അവൾ മിണ്ടിയില്ല. ശരി, ഞാൻ ഖുർആൻ തൊട്ട് നടന്നത് മുഴുവൻ പറയാം. കൂടെ ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് കേൾക്കാൻ അവൾ ഷാഫിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ പറഞ്ഞു, നീ ഇപ്പോൾ ഈ സമയം വരെ നിൽക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. ഇത്രയൊക്കെ എന്നോട് കാണിച്ചിട്ടും ഞാൻ മഹർ നൽകി കെട്ടിയ പെണ്ണാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നിന്നെ കാണുന്നത്.
ആ എൻ്റെ വാക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞ നീ എന്നെ കൊണ്ട് ഈ ഖുർആൻ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചാൽ അങ്ങനെ മാത്രമാണ് ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസം വരുമെന്നാണെങ്കിൽ നീ പിന്നീട് നിൽക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ പുറത്തായിരിക്കും. വീണ്ടും കയറാൻ നീ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരും. അവൾ അവൻ്റെ സംസാരത്തിൻ്റെ ഗൗരവം കാര്യമാക്കാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾക്ക് നിർബന്ധമാണെന്ന് മനസ്സിലായ ഷാഫി ഉളു ചെയ്തു വന്ന് ഖുർആൻ എടുക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് അവൾ കാണാതിരിക്കാൻ മുഖം തുടച്ചും കൊണ്ടേയിരുന്നു. ബിസ്മി ചൊല്ലി ജീവിതമെന്ന രണാങ്കളത്തിൽ ഏത് സാഹചര്യവും നേരിടേണ്ട അവസ്ഥ വന്നാലും എല്ലാം നിൻ്റെ നാഥൻ്റെ തീരുമാനമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഉറച്ച് വിശ്വസിക്കണമെന്നും ക്ഷമയോടെ നേരിടണമെന്നുമുള്ള സൃഷ്ടികളുടെ നാടിഞരമ്പുകൾക്ക് ജീവൻ്റെ തുടിപ്പ് നൽകിയവൻ്റെ ഓർമ്മപ്പെടുത്തൽ മനസ്സിലോർത്തും കൊണ്ട് ഏയാകാശവും അതിലുള്ള കണ്ടിറങ്ങി വന്ന മാലാക ജിബിരിയിൽ നിന്നും ക്ഷമയുടെ നേതാവായ മാതൃകയാക്കേണ്ടവർക്ക് പാഠപുസ്തകം പോലെ ഒരായുസ് കിട്ടിയ വിശ്വാസികളുടെ മനസ്സും മൗനവും നിശബ്ദവും മദീനയിലേക്ക് വഴിതെറ്റാതെ സഞ്ചരിക്കാൻ കാരണക്കാരനായവർ ഏറ്റുവാങ്ങിയ ഖുർആനായതുകൊണ്ട് തൊട്ട് സ്വന്തം ഭാര്യയുടെ വിശ്വാസം നേടാൻ സാഹചര്യങ്ങൾക്ക് പണയം വെച്ച നിവൃത്തികേടിന് മുന്നിൽ തോറ്റുപോയ ഷാഫി എന്ന വെറും മനുഷ്യൻ നടന്ന കാര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി.